ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസ് വേൾഡ്. ഹാപ്പി ഓണം. ഞങ്ങളുടെ ഓണമൊക്കെ തകർത്ത് വാരി ഞങ്ങൾ ആർത്ത് ഉല്ലസിച്ചു. ഈ വീഡിയോ കുറച്ച് ദിവസമായി എടുത്തു വെച്ചിരുന്നെങ്കിലും എനിക്ക് ഇടാൻ പറ്റിയില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായത്. അപ്പം അൻഷായൻ 4-ാം തീയതി വന്നായിരുന്നു. ഞങ്ങൾ 5-ാം തീയതി ഓണം ആഘോഷിച്ചത് വാഴപ്പള്ളിയിലാണ്, മമ്മിയുടെ കൂടെയാണ്, എൻ്റെ വീട്ടിലാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പപ്പായ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ദീപു എൻ്റെ ബ്രദർ UK-യിലാണ്. പിന്നെ ചേച്ചിയും ഹസ്ബൻഡും ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിച്ചത്. അപ്പോൾ ഞങ്ങൾ തലേന്ന് തന്നെ രാത്രിയിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. കാരണം എന്തെങ്കിലുമൊക്കെ അറിയാനും പിടിക്കാനായിട്ടും ഉണ്ട് എന്ന വ്യാജേനയാണ് പോകുന്നത്. തലേന്ന് തന്നെ ഞാൻ 4 കോടി വെച്ച് തന്നെ കുറച്ച് മധുരക്കറി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ എരിശ്ശേരി അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു 5-ാം തീയതി വരുമ്പോഴേ. പിന്നെ ചേച്ചിയാണെങ്കിലും കുറച്ച് അച്ചാർ, ഇഞ്ചി അത് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. പായസം നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്ത് 2 കൂട്ടം പായസം. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ അന്നപ്പോഴേക്കും രാവിലെ എഴുന്നേറ്റു. വൈകിട്ട് രാത്രി ഒരു 9:30 ആയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ 4 കോടിയിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ ചെന്ന് 10 മണിയായി അത് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടായും ദീറ്റയും പിള്ളേരും ഒക്കെ വന്നത്. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. രാവിലെ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എഴുന്നേറ്റപ്പം ലേറ്റായി. ഈ വീഡിയോക്കകത്ത് ഫുള്ള് ചേട്ടാ എങ്ങനെ നിറഞ്ഞു നിൽക്കുക. ചേട്ടായി തലേന്ന് ഒരു സ്പീക്കർ മേടിച്ചായിരുന്നു. അപ്പം രാവിലെ തന്നെ ഓണത്തിൻ്റെ പാട്ടുകളൊക്കെ പഴയ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മധുര സംഗീതത്താലാണ് അന്നത്തെ ഒരു പ്രഭാതം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പം തീറ്റേനെ ഞാൻ പഠിപ്പിക്കുക എങ്ങനെയാണ് കട്ടിംഗ് ബോർഡിൽ ക്യാബേജ് അരിയുന്നതെന്ന്. തീറ്റയ്ക്ക് അറിയത്തില്ല. മമ്മി കുറേയൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു. തീറ്റയ്ക്ക് പിന്നെ കൈകൊണ്ട് അരിയുന്നതാണ് ഇഷ്ടം. എനിക്ക് കൈകൊണ്ട് പണ്ടൊക്കെ അറിയുമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൈകൊണ്ട് അങ്ങനെ അരിയാനായിട്ട് ഭയങ്കര താല്പര്യക്കുറവാണ്. ഇപ്പം എവിടെ പോയാലും ഞാൻ നമ്മുടെ കട്ടിംഗ് ബോർഡും പിച്ചാത്തയും വേണം. ഞാനപ്പം വീട്ടിൽ നിന്ന് അത് കൊണ്ടുവന്നായിരുന്നു. 4 കോടിയിൽ നിന്ന് ഞാൻ പിച്ചാത്തയും കട്ടിംഗ് ബോർഡും എല്ലാം കൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഞാൻ അരിഞ്ഞു. പിന്നെ ചേട്ടായിനും നമ്മൾ മാത്രം പണി ചെയ്താൽ പോരല്ലോ. ചേട്ടായിക്കും അൻഷായനും എന്തെങ്കിലും പണി കൊടുക്കേണ്ടതെന്ന് ഓർത്ത് അവരെ കൊണ്ട് തേങ്ങ ചിരണ്ടിച്ചു. എൻ്റെ ഹസ് തേങ്ങ ചിരണ്ടെന്നാണ് ഈ കാണുന്നത്. നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പുറത്ത് ഫ്രണ്ടിലിരുന്ന് ഭയങ്കര കളികളാണ്. ഇടയ്ക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ തപ്പിപ്പറക്കാനായിട്ട് അടുക്കളയിൽ വരും. ഇവിടെ വാഴപ്പള്ളി വന്ന് നിൽക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ ആകുമ്പോഴേക്കും വല്യമ്മി തൊട്ടപ്പുറേ കടയുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഇടവഴി ആയതുകൊണ്ട് വണ്ടിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് പോയി സാധനങ്ങൾ തന്നെ പോയി മേടിക്കാം. അതുകൊണ്ട് ഭയങ്കര താല്പര്യമായി ഇവിടെ വരാൻ. ആ വലിയ ചിരിക്കുന്നത് എൻ്റെ ചേച്ചിയാട്ടോ. എൻ്റെ ചേച്ചിയുടെ സൗണ്ടാണ് അത്രയും ഭയങ്കര. ടീച്ചറാണ് കേട്ടോ. ടീച്ചറിൻ്റേതായ ഒരു ഭയങ്കര പക്വതയും ഭയങ്കര എൻ്റെ ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോഴേക്കും ഓർക്കും എല്ലാം ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചങ്ങ് പോകും. നമ്മൾ ഏത് രീതിയിലാണേലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പണ്ട് ഹോസ്റ്റലിലൊക്കെ നിന്നതിൻ്റെ ആകാം, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ പിള്ളേർ ലേസ് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ഫ്രിഡ്ജിനകത്ത് തലേന്ന് ഐസ്ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പെനി ഐസ്ക്രീം. അത് പിന്നെ എല്ലാവർക്കും എടുത്തു കൊടുത്തു. ഞങ്ങളെല്ലാവരും കഴിച്ചു. കൂടുതൽ പൈനാപ്പിൾ പിന്നെ ബദാമിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറി അല്ലല്ലോ, റാസ്ബെറിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു, അതും കൂടെ ഉണ്ടായിരുന്നു. അപ്പം റാസ്ബെറിയുടെ ഭയങ്കര പുളിയായിരുന്നു. ആർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. ഞാനെപ്പോഴും പറയും, എൻ്റെ ചേച്ചിയുടെ കൂടെ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് എനിക്ക് പേരുദോഷ. അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ചിലവരൊക്കെ പറയാറുണ്ട്, എല്ലാവരും ഒന്നുമില്ല എന്നാലും പറയാറുണ്ട്, 4 പിള്ളേരുടെ അമ്മയാന്ന് കണ്ടേ പറയത്തില്ല എന്നൊക്കെ. പക്ഷേ ഈ ദീറ്റയുടെ കൂടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ദീപയെന്നാണ് പേര് കേട്ടോ, ഞാൻ വിളിക്കുന്നത് ദീറ്റയെന്നാണേ. അപ്പം ദീറ്റയുടെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് എല്ലാവരും ചോദിക്കും, ഞാനാണോ ചേച്ചി എന്ന് ചോദിക്കും. അതുപോലെയാണ് പുള്ളിക്കാരിക്ക് മുഖത്തും ഒട്ടും തീരെ പ്രായം പറയത്തില്ല. ചെറുതായിട്ടൊക്കെ എനിക്ക് കുശുമ്പൊക്കെ ഉണ്ട്. എന്നാലും പോട്ടെ, ചേച്ചിയല്ലേ, അങ്ങ് സഹിച്ചേക്കാം.
തീറ്റയുടെ തലയൊക്കെ ഉണ്ടല്ലോ, തലമുടിയിൽ ഒരു തലമുടി പോലും നരച്ചിട്ടില്ല. എൻ്റെയൊക്കെ നരയൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലങ്ങളായി. അപ്പം കാര്യം വിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഞങ്ങളുടെ കറികളൊക്കെ റെഡിയായി കേട്ടോ, ഏകദേശമൊക്കെ ആയി. മമ്മി കാലനോ കോലനോ ഏതാണ്ടൊക്കെ കുറേ കറികളൊക്കെ വെച്ചു. അവിയൽ ഞങ്ങൾ അരിഞ്ഞു കൊടുത്തതേ ഉള്ളൂ, മമ്മി തന്നെയായിരുന്നു എല്ലാം വെച്ചത്. സാമ്പാർ, അവിയൽ, പപ്പടം, അച്ചാറുകളെല്ലാം തീറ്റ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ മോര് കാച്ചിയുണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, എരിശ്ശേരി, പിന്നെ കാളൻ, ഓലൻ, എല്ലാത്തരം ഉണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ അത്തപ്പൂക്കളം ഇടാനായിട്ട് പോയി. ഞാനും തീറ്റയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരുക്കം ഇതുവരെയായിട്ടും ആയിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് അവസാനിച്ചത്. ഞങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഓൾറെഡി തുടങ്ങിയായിരുന്നു, പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ. അത് കഴിഞ്ഞപ്പോഴേക്കും പൂവില്ലാന്ന് വിചാരിച്ച് വെള്ളപ്പൂവും അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടില്ല. അത് പൂവില്ലാന്ന് വിചാരിച്ച് പച്ച ഇലയൊക്കെ പൂവ് കുറവാന്ന് പറഞ്ഞ് ഇലയെല്ലാം കണ്ടിച്ച് മുറിച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് വെള്ളപ്പൂവ് അവിടെ മാറിയിരിക്കുന്നത് കണ്ടത്. കൊള്ളാമല്ലേ, നല്ല ആൾക്കാർ. എന്നിട്ട് പിന്നെ നമ്മൾ ആ പച്ചയെല്ലാം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും വെള്ളയിട്ടു. അങ്ങനെ അതിമനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ അത്തപ്പൂക്കൾ. അങ്ങനെ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ആയിട്ടത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ ഡാൻസുകളും പാട്ടുകളും ഒക്കെ ഞങ്ങൾ കൂട്ടത്തിൽ ചെയ്തു. പിന്നെ എല്ലാവർക്കും വിശപ്പായി കേട്ടോ. എല്ലാവരും കുറേ ഏകദേശം 2 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ പയ്യെ ഫുഡ് കഴിക്കാനായിട്ടുള്ള പ്ലാനിൽ ഞങ്ങൾ എല്ലാവരെയും ഇരുത്തി, വലിയവരെ എല്ലാം ഇരുത്തി. അതിൻ്റെ ഇടയ്ക്ക് ദേ വരുന്നു ഒരു ഓണം വൈബിൽ ഓണം ഭർത്താവ്. വെള്ളപ്പൂട്ടെ മഞ്ഞയുടെ പോലുള്ള ജോര ഇടുന്നുണ്ട്. ജോര വെരി ഗുഡ്. മിയാന്തി ഇടടി. ഇതൊന്ന് വൃത്തിയാക്കി ഏകദേശം ഓക്കെ. ഏകദേശം പൂക്കളമൊക്കെ ആയി. ഇത് ഇപ്പഴാ കറക്റ്റ് പൂക്കളായേ, അല്ലാതെ ചോദിച്ചിറക്കി ഇടുന്നതാണോ പൂക്കളം? ഞങ്ങളാണ് പൂക്കളം കറക്റ്റ് ആയി. അതെ, അല്ല ഇത് കണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം നടന്നു. ഞാൻ രാവിലെ അനുചായനോട് പൂവ് മേടിക്കാനായിട്ട് പറഞ്ഞായിരുന്നു. അപ്പം അത്തപ്പൂക്കളം ഇടണം, നമ്മൾ ഓക്കെ സാധാരണ ഇച്ചിരി പൂ മേടിച്ചുകൊണ്ട് വരണം. ചേട്ടായി ഓൾറെഡി കുറച്ച് മേടിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു, അനുചായ എനിക്കെങ്കിൽ ഇച്ചിരി തലയിൽ മുല്ലപ്പൂ വെക്കാനായിട്ടൊരാഗ്രഹം. ഞങ്ങൾ പെൺപിള്ളേർ കുറച്ച് പേരുണ്ടല്ലോ, ഒരു ഇച്ചിരി മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വരാമോ അനുചായ എന്ന് ചോദിച്ചായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും കൊണ്ടല്ലോ 10 മുഴം മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് ഒരാൾ വന്നിരിക്കുന്നു. പെങ്ങളില്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിധം നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. അത് പിന്നെ സ്വാഭാവികം മാത്രം. പിന്നെ ആ മുല്ലപ്പൂവ് എല്ലാവരുടെയും തലയിൽ വെച്ച് കൊടുക്കലായിരുന്നു പരിപാടി. കണ്ടു, പിള്ളേരുടെ തലയിൽ വരെ 1 മുഴം 1.5 മുഴം വരെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പിന്നെ തന്നെ നമ്മൾ ചോറുണ്ണാനായിട്ട് തുടങ്ങി. പിള്ളേരെയും പിന്നെ നമ്മുടെ മാതാപിതാക്കന്മാരെയും എല്ലാവരെയും ആദ്യമേ തന്നെ അങ്ങ് ഇരുത്തി. വലിയവരെ എല്ലാവരെയും അങ്ങ് ഇരുത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പയ്യെ ബാക്കി നമ്മൾ ഒന്ന് നല്ല രീതിയിൽ കഴിക്കാൻ സെറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. അതിൻ്റെ ഇടയ്ക്ക് വിശപ്പ് നമ്മളെ സമ്മതിച്ചില്ല. ഇവർക്ക് വിളമ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കും ഭയങ്കര വിശപ്പൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ പിള്ളേർക്ക് ചോറ് വാരി കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും ദീറ്റയും അവിടുന്ന് ഇവിടുന്നുമൊക്കെ പലതും വാരി കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ വയറും ഏകദേശമൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പം ഒരു പേരിന് ഒന്നും കൂടെ ഒന്ന് കഴിക്കണം, അത്രയേ ഉള്ളൂ.
പിന്നെ ഉണ്ടല്ലോ, ഓണത്തിന് ആരെങ്കിലും മീൻകറി കൂട്ടുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? മീൻകറി, ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലവർക്ക് ഇഷ്ടമാണെന്ന് അറിയാം. എന്നാലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ കുറേ പേരൊക്കെ. ഞങ്ങളുടെ കൂട്ടത്തിൽ അനുചായനും മീൻകറി വേണം, ചേട്ടായിക്ക് ബീഫ് ഉണ്ടെങ്കിൽ അത് വളരെ സന്തോഷമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ബീഫ് ആരും ഉണ്ടാക്കിയില്ല കേട്ടോ. മീൻകറി പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. അപ്പം മീൻകറിയും കൂട്ടിയാണ് ഇതുങ്ങളൊക്കെ ഈ സദ്യയിൽ മീനും കൂടെ കലർത്തിയാണ് ചോറുണ്ടോണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നതും പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ വന്നിട്ട് അവർക്ക് വിളമ്പി തരണമെന്ന് പറഞ്ഞു. ഇല ഇട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് വന്നപ്പോഴേക്കും ചെറിയ ഇലയേ ഉള്ളായിരുന്നു. പിന്നെ ഏറ്റവും വലിയവനായ ഞങ്ങളുടെ ഉണ്ണിക്ക്, അതായത് ചേട്ടായിക്ക് ഏറ്റവും ചെറിയ ഇലയാണ് കിട്ടിയത്. മതി, അത് തന്നെ ധാരാളം. അങ്ങനെ ഞങ്ങൾ കഴിപ്പൊക്കെ തുടങ്ങിയപ്പോഴേക്കും പിള്ളേർ നമുക്ക് നല്ല രീതിയിൽ ചോറൊക്കെ വിളമ്പി തരുന്നുണ്ട്. അവരുടെ മുണ്ടും ഡ്രസ്സിലും ഒക്കെ ഈ പറഞ്ഞ പോലെ കറികളെല്ലാം ആയി ഒരു പരുവമായിട്ടിരിപ്പുണ്ട്. ഇനി അത് കഴുകി എങ്ങനെ വെളുപ്പിക്കുമെന്ന് മാത്രം നമ്മൾ ഓർത്താൽ മതി. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വയറ് നിറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു എക്സസൈസ് ആയാലോ എന്ന് വിചാരിച്ച് ഞാനും അനുചാനും കൂടെ ഓർത്തു, ഒരു ഡാൻസ് പഠിച്ചിട്ട് നമുക്കൊന്ന് റീലെടുത്തേലോ എന്നുള്ള ഒരു ചിന്ത. എങ്കിൽ പിന്നെ പഠിച്ചേക്കാം. ഏത് വേണം? സേതുപതിയുടെയും നമ്മുടെ നിത്യാമേനോൻ്റെയും ആ ഒരു പാട്ടുണ്ടല്ലോ, അതങ്ങ് കളിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു 1/4 മണിക്കൂർ അതിട്ട് ഞങ്ങൾ പായറ്റി പഠിച്ചു കേട്ടോ. പഠിച്ച് ഞങ്ങൾ റെക്കോർഡും ചെയ്തു. വീഡിയോ എടുത്തു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എന്തൊരു വൃത്തികേട്. അങ്ങനെ വീണ്ടും അവിടെ ഒരു പരാജയം. കഴിഞ്ഞ കൊല്ലത്തെ ഓണം ഞങ്ങൾക്ക് ഹൈദരാബാദിൽ വെച്ചായിരുന്നു. അവിടെ ചേച്ചിയുടെ മോൻ്റെ മാമോദീസ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഓണവും കൂടെ അവിടെയായിരുന്നു ആഘോഷിച്ചത്. പിന്നെ കുറേ നാളത്തേക്ക് നമ്മൾ മസ്കറ്റിൽ പിന്നെ ക്രിസ്മസ് വരെ ഇനിയിപ്പോൾ ഓണാഘോഷമായിരിക്കും. 4 or 5 തീർത്ത് നമ്മൾ ഓണം ആഘോഷിക്കും. അതൊരു വലിയ ഉത്സവം രീതിയിലാണ് കൊണ്ടാടുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പപ്പായെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പപ്പ 4 കൊല്ലത്തിന് മുന്നേ പപ്പ മരിച്ചു പോയതാണ്, നമ്മുടെ കൊറോണ സമയത്ത്. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഒരു ഓണാഘോഷം അങ്ങനെ നടത്തിയിട്ടില്ല പപ്പായുമായിട്ട്. എൻ്റെ ബ്രദർ ദീപുവിനെയും ബിനിയേനെയും നതാശേനെയും നാത്തുക്കുട്ടീനെയും മെർലിൻ ചേച്ചിനെയും ചേട്ടായിനെയും ക്രിസ്റ്റാമോളെയും ക്രിസ്റ്റുക്കുട്ടനെയും എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും ഒരു കൂടെ ഹാപ്പി ഓണം.